परमेश्वर की तारीफ के गीत गाते हुए सभा को परमेश्वर का वचनों को सुनने के लिए तैयार किया है, हृदयों को तैयार किया है, ताकि हम वचनों को ग्रहण करते हुए, सीखते हुए और भी परमेश्वर के लायक, परमेश्वर के मानिंद हम हो जाए। धन्यवाद। थैंक यू। प्रभु आपको बहुत बहुत आशीर्वाद करे। आइए अब सभा के मुख्य भाग में हम आ पहुंचे हैं, परमेश्वर का वचन सुनने के लिए, स्वर्गीय वाणी सुनने के लिए। आज फ्राइडे है, हमारे बीच में पास्टर रेंजी जॉर्ज और विल्सन रामचंद्र दोनों परमेश्वर के दास है। आइए ताली बजाते हुए परमेश्वर के दासों का हम स्वागत करें। Praise the Lord. Praise the Lord, praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമയം കൂടെ ദൈവജനത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദി പറയുക പ്രാരംഭമായി. परमेश्वर का धन्यवाद हो इस अच्छे समय के लिए जो परमेश्वर ने हमें दिया। शुरुआत में मैं उस परमेश्वर को धन्यवाद देना चाहता हूँ। പലപ്പോഴും വിശ്വാസികളുടെ മധ്യത്തിലേക്ക് നോക്കുമ്പോൾ അവരിൽ പലരും ദൈവത്തെ അന്വേഷിക്കുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. बहुत बार जब हम विश्वासियों को देखते हैं तो उनमें से काफी लोग अपने अनुभव के प्रकाश में परमेश्वर को देखते हैं। പലരുടെയും വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമല്ല, അവർ ചുറ്റുപാടും കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ്. कईयों की विश्वास की जिंदगी पर परमेश्वर के पवित्र वचन का असर होने की बजाय आसपास जो गवाहियां सुनते हैं उनका ज्यादा असर होता है। സഹോദരങ്ങളെ, ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. भाइयों, इस बात में कोई शक नहीं है कि गवाहियां वो हमारे विश्वास को बढ़ाती हैं। എന്നാൽ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡമായി മാറരുത്. पर गवाहियां हमारे विश्वास का मापदंड नहीं बननी चाहिए। കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള വ്യക്തികൾ, പല അനുഭവങ്ങളിലുള്ള വ്യക്തികൾ, പല ചുറ്റുപാടുകളിലുള്ള വ്യക്തികൾ കർത്താവിനെ രക്ഷിതാവെന്ന് പറഞ്ഞ്, കർത്താവിന്റെ മക്കളെന്ന് പറഞ്ഞ്, വിശ്വാസികളെന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. क्योंकि हमारे चारों ओर ऐसे बहुत सारे लोग हैं जिनका अनुभव अलग अलग है, जिनकी पृष्ठभूमि अलग अलग है। उनमें से बहुत सारे लोग खुद को विश्वासी कहते हैं, परमेश्वर की संतान कहते हैं, मसीही कहते हैं और इस तरह से अपना परिचय देने वाले लोग। പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റിന്റെ അതിപ്രസരം മൂലം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും, യേശുവിന്റെ നാമത്തിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിക്കുവാൻ കഴിയാതെ തന്നെ നമ്മളത് സ്വയം ഏറ്റെടുക്കുക. खास तौर से आजकल जब सोशल मीडिया इतना ज्यादा फैला हुआ है तो जो कुछ भी हम देखते या सुनते हैं उसको जांचे परखे बिना ही उसमें से बहुत कुछ हम सही मान बैठते हैं। നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ അത് ഉത്തേജനം തരിക, നമ്മളെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് എത്തിക്കുമ്പോൾ നാം ചിന്തിക്കുക, ആ കേട്ട സാക്ഷ്യം പോലെ തന്നെ എന്റെ ജീവിതം ഒന്നായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. जब हम कोई गवाही सुनते हैं हमारे शरीर में उससे एक उत्साह हमें महसूस होता है, हमें एक वो अगले स्तर की ओर हमें ले जाने वाला महसूस होता है। तो हमें लगता है कि अगर मेरी जिंदगी भी उस गवाही जैसी हो जाती तो कितना अच्छा होता। അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊടുക്കുകയാണ്. ആ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ദൈവത്തിൽ നിന്നുള്ള അനുഭവമായി തീരൂ എന്ന് നമ്മൾ സ്വയം അങ്ങ് ചിന്തിച്ചു വെക്കുക. इस तरह हम अपना ध्यान उस व्यक्ति की ओर लगाते हैं और हम ये सोचते हैं कि जब उसके जैसा अनुभव मेरी जिंदगी में आएगा केवल तभी मेरी जिंदगी में वो परमेश्वर का काम होगा। അനേക ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും ജീവിതത്തിൽ പോലും ഈ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. बहुत से परमेश्वर के दासों और दासियों की जिंदगी में भी ऐसे अनुभवों का असर पड़ा है। പലപ്പോഴും അവരുടെ ശുശ്രൂഷകളുടെ മാനദണ്ഡം പോലും അവരുടെ ചുറ്റുപാടും കാണുന്ന ചില വ്യക്തികളുടെ ജീവിതത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. बहुत बार उनकी सेवकाई का मापदंड भी उनके आसपास के लोगों की जिंदगी पर आधारित होता है। പലപ്പോഴും ചിന്തിക്കുക, ആ വ്യക്തിയെ പോലെ എനിക്ക് ശുശ്രൂഷ ചെയ്യണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ പോലെ എനിക്ക് ശുശ്രൂഷ ചെയ്യണം, അങ്ങനെ ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായി തീരൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ആയി പോകുന്നു. कई बार वो लोग सोचने लगते हैं कि मैं उस व्यक्ति की तरह जब सेवकाई करूंगा, इस व्यक्ति की तरह जब सेवकाई करूंगा, केवल तभी मैं परमेश्वर को प्रसन्न करने वाली सेवकाई कर पाऊंगा। ऐसा एक असर बहुत बार उनकी सोच में आ जाता है। അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? ഭയങ്കരമായ കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ വരും, നിരാശ നമ്മുടെ ജീവിതത്തിൽ വരും. കാരണം
ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയുന്നല്ലോ, എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള അപകർഷതാബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. इसके कारण होता ये है कि हमारी जिंदगी में दुविधा आ जाती है, निराशा आ सकती है और कई बार ये सोचकर हीनता की भावना भी हमारे अंदर आ सकती है कि बहुत से लोग बहुत कुछ कर पा रहे हैं पर मुझसे कुछ हो नहीं पा रहा है। നമ്മൾ കേൾക്കുന്ന 100% കാര്യം വസ്തുനിഷ്ഠമായ ശരിയാകണമെന്നില്ല. അതിനകത്ത് ചിലതൂടെ പൊടിയും തൊങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. हम जितनी बातें सुनते हैं जरूरी नहीं उनमें से 100% बिल्कुल सही हो, सटीक हो सकता है वो उसमें थोड़ा बहुत मिर्च मसाला लगाकर बताते हो, ऐसा भी हो सकता है। ശരിയാണെങ്കിൽ തന്നെയും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഓരോ രീതിയിലാണ്. चाहे उनकी कही गई बात सही हो तो भी हमें इस बात को समझना है कि परमेश्वर हर एक व्यक्ति की जिंदगी में अलग अलग तरीके से काम करता है। സഹോദര സഹോദരി, നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ഹി ഹാസ് കോൾഡ് us in a unique way. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ച വിളിയല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. भाई और बहनों, परमेश्वर ने मुझे और आपको एक खास बुलाहट दी, एक अद्वितीय बुलाहट दी। जैसे मुझे बुलाया वैसे आपको नहीं बुलाया। हम सबका हर एक का एक अलग एक खास उद्देश्य है बुलाहट का। അപ്പൊ നമ്മൾ മനുഷ്യരിലേക്ക് നോക്കാതെ കർത്താവിന്റെ വചനത്തിലേക്കാണ് നോക്കേണ്ടത്. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിനോടാണ് നേരിട്ട് സംസാരിക്കേണ്ടത്. इसलिए हमें मनुष्यों की ओर देखने की बजाय परमेश्वर के वचन में देखना जरूरी है। प्रभु के चरणों पर बैठकर उससे पूछना जरूरी है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ദൈവവചനമല്ല മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡമായി തീരുന്നത്. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ സ്വയം വിധിക്കുകയാണ്. എന്നാൽ നമ്മെ വിധിക്കേണ്ടത് ദൈവത്തിന്റെ തിരുവചനമാണ്. ദൈവവചനപ്രകാരം ഞാൻ എവിടെയായിരിക്കുന്നു എന്നാണ് ഈ നാളുകളിൽ നാം ചിന്തിക്കേണ്ടത്. मैं ये सब क्यों कह रहा हूं, वो सिर्फ इसलिए कि बहुत बार हम खुद के बारे में ये निर्णय लेते हैं कि क्या मैं सही हूं या गलत हूं, पर होना ये चाहिए कि परमेश्वर का वचन हमें ये बताए कि ये सही है कि गलत है। ഞാൻ ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിഷയങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ കോപത്തെക്കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഹത്തെക്കുറിച്ച് പഠിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കോപിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊലപാതകം ചെയ്യുകയാണ്, നിങ്ങൾ നിത്യനരകത്തിലാകും. സഹോദരനോട് മൂഢ എന്ന് പറയുന്നവൻ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്ന്. അതുപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ നാം അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. നമ്മളിൽ എത്ര പേര് ഇത് വിശ്വസിച്ചിട്ടുണ്ട്? उदाहरण के लिए अगर मैं उदाहरण बताऊं, पिछली 2 क्लास को आप लें, जिसमें हमने पहली क्लास में क्रोध के बारे में और दूसरी क्लास में हमने मोह के बारे में या लालसा के बारे में हमने सुना। पहली क्लास में हमने सुना अगर हम क्रोध करते हैं तो हम पाप करते हैं। जो अपने भाई को निकम्मा कहता वो नरक की आग के दंड के योग्य ठहरेगा। और दूसरा वचन जो हमने देखा मोह के बारे में या लोभ के बारे में कि अगर कोई किसी स्त्री पर कुदृष्टि डाले तो वो अपने मन में उससे व्यभिचार कर चुका। तो मेरा सवाल ये, हम में से कितने लोगों ने इन वचनों पर विश्वास किया है? എന്തുകൊണ്ടാണെന്നറിയാമോ? സർവശക്തനായ കർത്താവിന്റെ വായിലൂടെ അരുളി ചെയ്ത വചനമായിട്ടും അതിനെ വിശ്വസിക്കുവാൻ കഴിയാത്തത്. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ അനേകർ കോപിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിന്റെ സാധാരണ അവസ്ഥയായിട്ട് പോകുന്നു. അവർ പ്രസംഗിക്കുന്നുണ്ട്, അവർ പാടുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ഉപവസിക്കുന്നുണ്ട്, അവർ കോപിക്കുന്നുമുണ്ട്. അപ്പോൾ ദൈവവചനത്തെക്കാൾ കൂടുതൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളെയാണ് നമ്മുടെ വിശ്വാസം സ്വാധീനിച്ചു പോകുന്നത്. सर्वशक्तिमान परमेश्वर के मुंह से निकले हुए वचन होने के बावजूद हम उस पर विश्वास क्यों नहीं कर पाते हैं? क्योंकि हम अपने आसपास के लोगों की जिंदगी को, उनकी गवाहियों को देखते हैं और हम देखते हैं वो गुस्सा करते हैं, वो गीत भी गाते हैं, वो प्रचार भी करते हैं, वो सेवकाई भी करते हैं, वो गुस्सा भी कर रहे हैं। ये सब कुछ उनकी जिंदगी का एक आम हिस्सा है और इसलिए उनका अनुभव हमारे लिए परमेश्वर के वचन से ज्यादा महत्वपूर्ण बन जाता है। അതുപോലെ തന്നെ സ്ത്രീയെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. അത് നിന്നെ നിത്യനരകത്തിൽ എത്തിക്കുമെന്ന്. അതുകൊണ്ട് നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയണം. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്നെന്ന്
കർത്താവ് പറഞ്ഞിട്ടും നമ്മളതിനെ ഗൗരവത്തോടെ കാണാത്തതിന്റെ കാരണം നമ്മുടെ ചുറ്റുപാടും അനേക ദൈവദാസന്മാർ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ദൈവദാസന്മാരെന്ന് ഞാൻ പറയുന്നില്ല, അനേകർ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്, രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ട്. അത് ശരിയാകാതെ വന്നാൽ അതിനെ പിന്നെയും കളഞ്ഞിട്ട് മൂന്നാമത് കല്യാണം കഴിക്കുന്നുണ്ട്. അതൊക്കെ സർവ്വസാധാരണമായി ദൈവസഭ ദൈവരാജ്യത്തിൻ എന്ന് പറയുന്നതിന്റെ മധ്യത്തിൽ കാണുന്നത് കൊണ്ട് അതിനെയും നമ്മൾ ലാഘവത്തോടെയാണ് കാണുന്നത്. इसी तरह हमारे प्रभु ने खुद अपने मुंह से ये कहा कि यदि कोई स्त्री पर कुदृष्टि डाले तो वो उससे व्यभिचार कर चुका। अगर कोई तेरी आंख तुझे ठोकर खिलाए तो तेरे लिए ये भला है कि तू अपनी आंख को निकाल कर फेंक दे, इसके बजाय कि दो आंखों के साथ तू अग्नि नरक अनंत नरक में जाए। तेरे लिए भला ये कि काना होकर तू परमेश्वर के राज्य में प्रवेश करे। उसने प्रभु ने ये बात कही, लेकिन उसके बावजूद हम उसको गंभीरता से क्यों नहीं ले पाते? क्योंकि हम अपने चारों ओर जब देखते हैं तो हम देखते हैं कि बहुत से लोग तलाक ले रहे हैं, दूसरी शादी करवा रहे हैं, दूसरी वाली शादी भी ठीक नहीं होती है तो उसको भी छोड़कर तीसरी वाली शादी करवा रहे हैं। और ये सब जब आम हम अपनी जिंदगी में उन लोगों की जिंदगियों में देख रहे हैं जो खुद को परमेश्वर के राज्य के लोग कहते हैं, तो हम परमेश्वर के वचन से ज्यादा उनकी जिंदगियों का असर अपनी जिंदगी में देखते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നരകമെന്ന് പറഞ്ഞാൽ അവിശ്വാസി പോലും ഞെട്ടുന്ന സംഭവമാണ്. मेरे प्रिय भाइयों, नरक का नाम सुनते ही अविश्वासी लोगों को भी एक झटका लगता है। അവിശ്വാസികളോട് പോലും ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നരകത്തിൽ പോകുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും, അയ്യോ എനിക്ക് അങ്ങോട്ട് പോവുകയേ വേണ്ട എന്ന് പറയും. अविश्वासियों से भी आप पूछ कर देखिए कि क्या नरक में जाना चाहोगे, तो बोलेंगे मेरे भाई नहीं, मुझे नहीं जाना हो। ഇവിടെ ഇരിക്കുന്ന എത്ര വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട് നരകത്തിൽ പോകാൻ? यहाँ बैठे कितने विश्वासी नरक में जाना चाहते हैं? നിങ്ങൾക്കറിയാമോ, നരകത്തിൽ നമ്മളെ അയക്കുന്നത് രോഗമോ ദുഃഖമോ ഒന്നും അല്ല, പാപമാണ് നിത്യനരകത്തിൽ നമ്മളെ എത്തിക്കുന്നത്. क्या आपको पता है कि नरक में हमें हमारा जो रोग है या कोई दुख है वो हमें नरक में नहीं भेजता है, हमारा पाप हमें अनंत नरक की ओर ले जाता है। അപ്പോൾ ഞാൻ നരകത്തിൽ എത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും പിന്നെ ഞാൻ എന്തിനു കോപിക്കുന്നു? ആവശ്യമില്ലാത്തത് എന്തിനു കമ്പ്യൂട്ടറിൽ കാണുന്നു, ഫോണിൽ കാണുന്നു, പലതും എൻജോയ് ചെയ്യുന്നു. ദൈവവചനം ചെയ്യരുതെന്ന് പറഞ്ഞത് പലതും ലാഘവത്തോടെടുത്ത് ഞാൻ ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ ചുറ്റുപാടും ദൈവവചനം പഠിപ്പിക്കുവാൻ പോലും ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ അതിനെ സാധാരണമായി കാണുക മാത്രമല്ല, ദൈവസഭയിൽ പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ തക്കവണ്ണം പോലും മുതിരുന്നില്ല. അതാണ് കാരണം. तो फिर जब हमें पता है कि ये चीज हमें अनंत नरक की ओर ले जाएगी, तो भी हम क्यों गुस्सा करते हैं? तो भी हम फोन में, मोबाइल पे या लैपटॉप के अंदर या कंप्यूटर के अंदर गलत चीजें देखकर उसका आनंद क्यों लेते हैं? क्यों हम पाप करते हैं? क्योंकि हम जानते हैं कि हमारे चारों ओर जो लोग परमेश्वर का वचन सिखाने के लिए बुलाए गए हैं, जो ऐसा दावा करते हैं, वो लोग भी इन चीजों को हल्के में लेते हैं। जो सिखाना चाहिए परमेश्वर का वचन, उसे गंभीरता से वो सिखाते नहीं है। സഹോദരങ്ങളെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്നത് സത്യമല്ലേ? നമ്മൾ കൂടി വരുന്നത് യേശുവിന്റെ നാമത്തിലാ കൂടി വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിലാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഉപവസിക്കുന്നത് യേശുവിന്റെ നാമത്തിലാ ഉപവസിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അനേക കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിന്റെ സുവിശേഷ വയലുകളിൽ നിൽക്കുന്നത്, അധ്വാനിക്കുന്നത്, ഇതൊക്കെയും യേശുവിന്റെ നാമത്തിലാ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, നിങ്ങളുടെ പഴയ വിശ്വാസം കളഞ്ഞിട്ട് അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ വേദനിപ്പിച്ച് നിങ്ങൾ ഇറങ്ങി ഈ പുതിയ അനുഭവത്തിലേക്ക് വന്നതും യേശുവിന്റെ നാമത്തിലല്ലേ? ഇത് സത്യമല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? भाइयों, क्या मैं आपसे पूछ रहा हूँ, क्या ये सच नहीं है कि हम जो एक साथ इकट्ठे होते हैं, क्या वो हम यीशु के नाम में नहीं होते? क्या हम यीशु के नाम में प्रार्थना नहीं करते हैं? क्या हमारा यीशु जो प्रचार है या जो सेवकाई है, क्या वो हम यीशु के नाम में नहीं करते हैं? क्या हम लोगों को जो सुसमाचार सुनाते हैं, क्या वो यीशु के नाम पे नहीं होता है? क्या हमारी आराधना यीशु के नाम पे नहीं होती है? आप लोग जो अपने घर परिवार को छोड़कर, अपने पुराने विश्वास के तौर तरीके को छोड़कर, माँ बाप को या भाई बहनों को आप दुखी करके आप इस विश्वास की जिंदगी में आए, तो क्या ये जो मैं पूछ रहा हूँ, क्या ये सब सच नहीं है? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം? യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം അറിയാതല്ലേ നമ്മൾ ഇതെല്ലാം കാട്ടിക്കൂട്ടി ഇതെല്ലാം ചെയ്തിട്ട് സ്വയം തൃപ്തരാകുന്നത്? पर मेरा एक सवाल है कि ये सब हमने यीशु के नाम पे किया है, लेकिन यीशु के नाम का अर्थ हम में से कितनों को पता है? यीशु के नाम का अर्थ जाने बिना ही हमने ये सब कुछ किया है। യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1:21 പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. यीशु के नाम का अर्थ
मत्ती 1:21 में हम देखते हैं कि वो अपने लोगों का उनके पापों से उद्धार करेगा, इसलिए उसका नाम यीशु रखना। നമ്മളിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. हम में से कितने लोग इस बात पर विश्वास करते हैं कि यीशु मसीह जगत का उद्धार करता है, मुक्तिदाता है? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത് ഒരു ഭാഗമാണ്, യേശു നിന്റെ പാപങ്ങളെ മോചിക്കുന്നു എന്നുള്ളതാ. हमारे लिए तो हम जो देखते हैं, सुनते हैं, प्रचार करते हैं, वो एक हिस्सा है कि यीशु तेरे पापों को माफ करता है। ഓക്കെ, പാപത്തെ ദൈവം കർത്താവ് മോചിക്കുന്നു. പക്ഷേ വചനത്തിൽ പറയുന്നു പാപത്തെ മോചിക്കുന്നവനെന്നല്ല വിളിക്കുന്നത്, നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനെന്നാണ് വിളിക്കുന്നത്. तो वो पाप को छुड़ाता है, पर वो वचन जो कहता है वो पाप से हमें पूरी तरह से छुटकारा देता है, वो माफ करता है हमें। അപ്പോൾ എന്നാൽ വചനത്തിൽ പറയുന്നത് യേശു നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുമെന്നാ പറയുന്നത്. वचन ये बताता है कि वो आपके पाप से आपको छुटकारा देता है। ഇംഗ്ലീഷിൽ അതിനെ സേവിയർ എന്നാ പറയുന്നത്. സേവിയർ മീൻസ് ദ വൺ ഹു സേവ്സ്. और वहां पर जो अंग्रेजी में जो वचन शब्द जो इस्तेमाल किया गया वो उद्धार देना, छुड़ाना। ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞാൻ കോപിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ കോപങ്ങളൊക്കെ കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നതും കോപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, നാളെ ഞാൻ കോപിക്കുകയില്ലെന്ന് പറയുന്നതും തമ്മിൽ രണ്ടും രണ്ടാ. मैं अगर ये कहूं कि उदाहरण की मैं प्रभु ने मेरे क्रोध को माफ कर दिया है, तो ये माफ करना ये कहना, और दूसरा ये कि मैं कल से ये गुस्सा नहीं करूंगा, ये दोनों बातें अलग अलग। അപ്പൊ ഞാൻ നാളെ കോപിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കോപത്തിൽ നിന്ന് യേശു എന്നെ വിടുവിച്ചു എന്ന് അതിന്റെ അർത്ഥം. अगर कल मैं गुस्सा नहीं करता हूं तो इसका मतलब ये कि यीशु ने मुझे उस गुस्से से छुटकारा दिला दिया है। ഇത്രയും നാൾ ഞാൻ മോഹിക്കുന്ന ആളായിരുന്നു, ആവശ്യമില്ലാത്തത് കാണുകയും കേൾക്കുകയും അതിൽ എൻജോയ് ചെയ്യുന്ന ആളായിരുന്നു. ഓക്കെ, ഇത്രയും നാൾ ഞാൻ ചെയ്തത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ക്ഷമിച്ചു, അത് സത്യമാണ്. പക്ഷെ നാളെയും ഞാൻ അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ കർത്താവ് എങ്ങനെയാ എന്നെ വിടുവിച്ചെന്ന് പറയാൻ പറ്റുക? अभी तक मैं लोभ और लालसा में फंसा हुआ व्यक्ति था, गलत चीजें, गंदी चीजें देखता था, उसका आनंद लेता था, लेकिन प्रभु ने मुझे माफ कर दिया। हाँ, बिल्कुल सही है। पर अगर कल से फिर मैं दोबारा उन्हीं चीजों के पीछे लगने लग जाऊं, दौड़ने लग जाऊं, तो मैं कैसे कहूंगा कि प्रभु ने मुझे छुड़ा दिया है, उद्धार दे दिया है? അങ്ങനെയാണെങ്കിൽ ഞാൻ സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഇത്രയും വർഷം യേശുവിന്റെ നാമത്തിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പലതിൽ നിന്നും വിടുവിക്കപ്പെടാതിരുന്നത്? अगर ऐसा है तो भाइयों, इतना समय हो गया हम यीशु के पीछे चल रहे हैं, बहुत सारी चीजों से आज भी हमें छुटकारा क्यों नहीं मिला है? യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, യേശു കർത്താവിന്റെ നാമത്തിൽ ഉപവസിച്ചു, എന്തുകൊണ്ട് ചില വിഷയങ്ങളിൽ നിന്ന് ഇതുവരെ വിടുതൽ വന്നില്ല? അതിന്റെ അർത്ഥം യേശു വിടുവിക്കുന്നവനല്ലേ? प्रभु यीशु के नाम में प्रार्थना की, प्रभु यीशु मसीह के नाम में उपवास किया, फिर भी कुछ विषय ऐसे हैं जिनमें अभी तक छुटकारा नहीं मिला, तो क्या इसका मतलब यीशु छुटकारा देने वाला नहीं है? നമ്മുടെ വിഷയങ്ങൾ ഗൗരവമേറിയ വിഷയങ്ങളെ വിട്ട് സാധാരണ വിഷയങ്ങളിലേക്ക് പോകുന്നു. കാരണം നിത്യനരകവുമായി ബന്ധപ്പെട്ട വിഷയം, മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി വിഷയം, അല്ലെങ്കിൽ ഇറ്റേണിറ്റിയുമായിട്ടുള്ള വിഷയം വിട്ടിട്ട് നമ്മൾ ഈ ഭൂമിയിലെ താൽക്കാലികമായ സൗഖ്യത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? जो बातें बड़ी बड़ी हैं, जो बातें गंभीर हैं, यानी जो मृत्यु के बाद की बात है, जो अनंत जीवन की बात है, वो स्वर्ग में जो रहने वाली बात है, उसकी बजाय हम छोटी छोटी बातों के पीछे, हल्की बातों के पीछे, जो इस दुनिया की से जुड़ी हमारी चंगाई है, इस दुनिया की हमारी लालसाओं का पूरा होना, इस दुनिया की आशीषें हैं, या फिर इस दुनिया की ऐशो आराम की जो जिंदगी है, उसके पीछे हम लोग क्यों जाते हैं? इसका कारण क्या आपने कभी सोचा है? കഴിഞ്ഞ അനേക വർഷങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന പലരും നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അവരിപ്പോ എവിടെയാണെന്ന് ഒരു വിധവുമില്ല. നമ്മളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഓരോരുത്തരായി നമ്മുടെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. पिछले कई सालों से इसी तरह की जिंदगी जीने वाले कई लोग इस दुनिया से चले गए, और दुर्भाग्य की बात ये है कि अब वो कहाँ होंगे? और हम भी अगर इसी तरह से जीते रहे तो हम भी अपना समय पूरा करके इस दुनिया से चले जाएंगे। സഹോദര സഹോദരി, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കുന്നത്, നടത്തുന്നത് ചുറ്റുപാടുമുള്ള കാഴ്ചകളാകരുത്, മനുഷ്യന്റെ വാക്കുകളാകരുത്. നമ്മുടെ നോട്ടം ഈ ദൈവവചനത്തിലേക്ക് വരണം. ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചില്ല എങ്കിൽ കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. भाई और बहनों, हमारी विश्वास की जिंदगी हमारे आसपास के लोगों की बातों पर या उनकी जिंदगी पर आधारित नहीं होनी चाहिए। हमारी विश्वास की जिंदगी परमेश्वर के वचन पर आधारित हो। अगर हम इस वचन के अनुसार अपनी जिंदगी में सुधार नहीं लाते हैं
तो फिर हम प्रभु जो कह रहा है उसके हिसाब से अगर नहीं चलते हैं तो उसकी जगह पर हम नहीं पहुंच सकते हैं। ഞാൻ ഇതുവരെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഞാൻ ഈ അടുത്ത ഭാഗം വരുന്നതും ഈ ലോകത്തിൽ വിശ്വാസികളെന്ന് പറഞ്ഞവർ പോലും ഗൗരവത്തോടെ എടുക്കാത്ത വിഷയമാണ്. अभी तक जो बात मैंने बताई है उसके आधार पर जब मैं अगले हिस्से की ओर आऊंगा तब आपको समझ में आएगा कि इस दुनिया में जो लोग विश्वासी खुद को कहते हैं उन लोगों ने भी इस हिस्से को ज्यादा गंभीरता से नहीं लिया है। അടുത്ത വചനഭാഗത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. मैं अगले हिस्से की ओर जब आ रहा हूं तो मैं मत्ती 5 का 31 और 32वां वचन मैं पढ़ने जा रहा हूं। അവിടെ വായിക്കുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. मत्ती 5 का 31 और 32 वहां लिखा है, जो कोई अपनी पत्नी को तलाक देना चाहे तो उसे त्याग पत्र दे, परंतु मैं तुमसे यह कहता हूं कि जो कोई अपनी पत्नी को व्यभिचार के सिवा किसी और कारण से तलाक दे तो वह उससे व्यभिचार करवाता है, और जो कोई उस त्यागी हुई से विवाह करे वह व्यभिचार करता है। നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു വ്യഭിചാരി സ്വർഗരാജ്യത്തിൽ എത്തുമെന്ന്? आप में से कितने लोगों का ये मानना है कि व्यभिचारी स्वर्ग के राज्य में प्रवेश कर जाएगा? എന്നാൽ ഇന്ന് പലയിടത്തും സഭകൾ പോലും നയിക്കുന്നത് വ്യഭിചാരികളാണ്. पर आज बहुत सी जगहों पर कलीसियाओं को चलाने वाले लोग भी, अगुवाई करने वाले लोग भी व्यभिचारी हैं। നിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. किस आधार पर बोल रहा हूं? इस वचन के आधार पर बोल रहा हूं मैं। 32-ാമത്തെ വാക്യം പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. 32वां वचन, जो कोई अपनी पत्नी को व्यभिचार के सिवा किसी और कारण से तलाक दे तो वह उससे व्यभिचार करवाता है, और जो कोई उस त्यागी हुई से विवाह करे वह व्यभिचार करता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും കർത്താവ് മുൻവിധിയിൽ ഒന്നിച്ച് ചേർത്തെങ്കിൽ അവർ മരണം വരെ ഒന്നായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. मेरे भाई मेरी बहन, अगर एक पुरुष को एक स्त्री को परमेश्वर ने अगर अपनी इच्छा से जोड़ा है तो आखिरी सांस तक, मृत्यु तक उनको एक बनकर जिंदगी बितानी है। ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാരും വിവാഹ ശുശ്രൂഷകൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭർത്താവിന്റെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കരമെടുത്ത ചെറുപ്പക്കാരുടെ യുവതിയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിന്റെ അവസാനം വരെയും പരസ്പരം വിശ്വസ്തരായിരിക്കണമെന്നാണ്. यहाँ बैठे कई परमेश्वर के दासों ने शादियां पढ़वाई होंगी, करवाई होंगी। वो उस लड़के दूल्हे और दुल्हन का हाथ एक दूसरे के हाथ में थमाकर ये कहते हैं कि जिंदगी भर एक दूसरे के प्रति वफादार रहना। അതുപോലെ മരണമല്ലാതെ നിങ്ങളെ മറ്റൊന്നും രണ്ടാക്കരുത്, വേർതിരിക്കരുതെന്നാണ് അവരെ കൊണ്ട് ഉറപ്പ് ചെയ്യിപ്പിക്കുന്നത്. और उनसे ये एक दूसरे को वचन दिलाया जाता है कि मौत के अलावा और कोई चीज हमें अलग नहीं कर पाएगी। സഹോദരന്മാരെ സഹോദരിമാരെ, ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ 20-30 വർഷത്തിന് മുമ്പ് വരെ വിവാഹമോചനം എന്ന് പറയുന്നത് അവിശ്വാസികളുടെ പോലും മധ്യത്തിൽ കേൾക്കാനില്ലായിരുന്നു. भाइयों और बहनों, कुछ सालों में, लगभग 20-30 साल पहले तलाक नाम की चीज वो अविश्वासियों के बीच में भी बहुत कम सुनने को मिलती थी। ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള സഹോദരന്മാര് സഹോദരിമാർ അല്ലെങ്കിൽ ദൈവദാസന്മാര് ദാസിമാരെന്ന് ചിന്തിച്ച്, നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ യുവാക്കന്മാരായിരുന്ന കാലഘട്ടത്തിൽ എങ്ങാനും തൊട്ടടുത്ത് എവിടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എവിടെങ്കിലും വിവാഹമോചനം നടന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? यहाँ जो बुजुर्ग भाई है बहन बैठे हैं या परमेश्वर के दास दासी हैं, आप सोच कर देखिएगा आपके बचपन में या फिर आपकी जवानी के समय में क्या आपने कभी सुना है कोई ऐसा व्यक्ति जिसका तलाक हो गया हो, जिन्होंने आपस में तलाक ले लिया हो? क्या ऐसा कोई मामला आपके सामने कभी आया? ഭർത്താവിനോട് കൂടെ ജീവിക്കാൻ കഴിയത്തില്ലെന്നും പറഞ്ഞിട്ട് പെട്ടെന്നൊരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് വീട്ടിൽ അവളോട് പറയും, മോള് സാരമില്ല ഇനിയും പോകണ്ട എന്ന് പറയുന്ന അപ്പനും അമ്മയും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? एक लड़की अपने पति से लड़कर ये कहकर घर आ जाती है, वापस मायके में आ जाती है कि मैं अब अपने पति के साथ नहीं रहना चाहती, तो उसको दोनों बाहें फैलाकर घर पर स्वीकार करने वाले माँ बाप जो ये कहते हैं कि बेटी कोई बात नहीं, तुझे अब वहां जाने की जरूरत नहीं है, क्या ऐसे माँ बाप कुछ साल पहले तक थे? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ഭാര്യയെ വേണ്ടാന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണെങ്കിൽ, ശരിയാ മോനെ സാരമില്ല, ഇവളല്ലെങ്കിൽ വേറെ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പനും അമ്മയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നോ സഹോദരങ്ങളെ?
छोटी सी बात को लेकर एक जवान लड़का ये कहता है कि मुझे ये लड़की, ये पत्नी मेरी पत्नी नहीं चाहिए, तो माँ बाप जो ये बोलते हैं कि कोई बात नहीं बेटा, ये नहीं तो कोई और तुझे मिल जाएगी। क्या ऐसे कहने वाले माँ बाप कुछ साल पहले तक थे? അന്ന് എന്താണ് നടക്കുന്നതെന്നറിയാമോ? ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ രണ്ട് കുടുംബത്തിലെയും അപ്പനും അമ്മയും കൂടെ ചേരും, ബന്ധുക്കൾ ചേരും, ആ സഭയിലേക്ക് കടന്നുപോയി ശുശ്രൂഷകരെ കൊണ്ടുവരും. അവർ ഒന്നിച്ച് ഒരു സന്ധി സംഭാഷണത്തിനായിട്ട് പോകും. അവരുടെ രണ്ട് ഭാഗത്തെ വിഷയങ്ങൾ കേൾക്കും. അവരെ രമ്യതയിൽ എത്തിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, കുഞ്ഞുങ്ങളെ ഇത് വിവാഹമാണ്, പരസ്പരം കീഴ്പ്പെടണം, അതുപോലെ ദൈവവചനപ്രകാരം ഒരാൾ ഒരാളെ ചേർത്ത് കൊള്ളണം, ഒരാൾ ഒരാൾക്ക് കീഴ്പ്പെടണം, അങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് പറഞ്ഞ് അവരെ ഒരുമനപ്പെടുത്തി വിടുവാനല്ലേ എത്രമാത്രം അധ്വാനം അന്നത്തെ ജനം ചെയ്തിരുന്നത്. उन दिनों में क्या किया जाता था? उन दिनों में ऐसी कोई बात होती भी थी तो दोनों परिवारों के माता पिता बुजुर्ग एक साथ इकट्ठे होते थे। जिन पासवानों ने शादी करवाई है उन पासवानों को इकट्ठा बुलाया जाता था, एक साथ बैठकर उस पति पत्नी में सुलह करवाई जाती थी। दोनों की बात सुनने के बाद में सुलह करवाई जाती थी। उनसे कहा जाता था कि बेटा बेटी ये शादी है, ये आखिर तक निभानी है। ये कहकर वो पता नहीं कितनी मेहनत करके उन दोनों को आपस में हमेशा जोड़ने की, साथ रखने की कोशिश किया करते थे। ഇന്ന് ചുറ്റുപാട് ഒന്ന് നോക്കിയേ സഹോദരങ്ങളെ, സർവ്വസാധാരണമല്ലേ ഒരു പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചെന്ന് പറയുന്നത് വലിയൊരു വാർത്തയല്ല, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വലിയൊരു വാർത്തയല്ല. അത് കേട്ട് നമ്മുടെ ഈ ചെറിയ ചെറുപ്പക്കാര്, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരികയാ. അവരും ആ ലാഘവത്തോടെ തന്നെ നാളത്തെ അവരുടെ ഇണകളെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനെ അവരും അങ്ങനെ തന്നെ കരുതുമെന്നുള്ളതിനകത്ത് സംശയം വല്ലതുമുണ്ടോ നിങ്ങൾക്ക്? अपने चारों ओर एक बार देखिए, क्या ये कोई, जब भी कोई कहा जाता है कि पत्नी ने पति को छोड़ दिया या पति ने पत्नी को छोड़ दिया, तो ये कोई बड़ी खबर नहीं होती है। लोग आजकल इसको बहुत हल्के में लेने लग गए हैं और इस चीज को सुन सुनकर बड़े होने वाले, स्कूल कॉलेज में पढ़ने वाले लड़के लड़कियां, वो जब बड़े होंगे तो वो भी आगे चलकर बिल्कुल इसी तरह से इन चीजों को अपने जीवन साथी के बारे में बहुत हल्के में लेंगे। അതിനൊരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല. കാരണം അവരുടെ മുമ്പിൽ ഇത് സർവ്വസാധാരണമാണ്. വലിയ ലാഘവത്തോടെ സമൂഹം അതിനെ കാണുന്നില്ല. അതിന് തങ്ങൾക്കൊരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. आज की पीढ़ी इस बात को नहीं समझती है कि इस रिश्ते को निभाने के लिए एक कीमत चुकानी पड़ती है। वो इसे बहुत हल्के में लेते हैं। उनको ये पता ही नहीं, ये समझ में नहीं आता है कि इसके लिए बहुत बड़ी कीमत चुकाने की जरूरत है। ഈ സമൂഹം എവിടെ പോയി നിൽക്കും സഹോദരങ്ങളെ? ഒന്ന് കഴിഞ്ഞയാള് രണ്ടാമത്തേതിന് മടിക്കുമോ? രണ്ടാമത്തേത് കഴിഞ്ഞയാള് മൂന്നാമത്തേതിന് മടിക്കുമോ? ഇത് എവിടെ പോയി നിൽക്കും? ഏതെങ്കിലും ഷോപ്പിൽ പോയി സാധനങ്ങൾ ഇഷ്ടപ്പെടാത്തത് മാറി മാറി വാങ്ങിക്കുന്നത് പോലെ സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും മാറി മാറി വാങ്ങിക്കുന്ന, മാറി മാറി ഉപയോഗിച്ചു നോക്കുന്ന ഒരു നശിച്ച സംസ്കാരത്തിലേക്ക് ഇന്ന് വിശ്വാസികൾ പോലും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ये समाज ये कहाँ जाकर रुकेगा भाई और बहनों? जो एक शादी के बाद दूसरी कर रहा है, तीसरी कर रहा है, एक के बाद एक, जैसे हम कोई सामान खरीद रहे हैं, वो एक को छोड़कर पत्नी को बदल रहा है, पति को बदल रहा है, या फिर बार बार इस्तेमाल करके देख रहा है। ये समाज जो विश्वासी कहलाते हैं उनके बीच में भी ये जो बर्बादी के जो लक्षण है, ये निशानियां ये बढ़ती जा रही हैं। ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ കൽപ്പന എന്തെന്ന് നിങ്ങൾക്കറിയാമോ? പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. അതാണ് ദൈവത്തിന്റെ കൽപ്പന. उत्पत्ति 2 के अंतिम वचनों में हम देखते हैं परमेश्वर ने मनुष्य को जो सबसे पहली आज्ञा दी थी वो ये थी कि इस कारण पुरुष अपने माता पिता से अलग होकर अपनी पत्नी से मिला रहेगा और वे दोनों एक तन होंगे। इसलिए जिसे परमेश्वर ने जोड़ा है उसे मनुष्य अलग न करने पाए। ये थी परमेश्वर की इंसान को दी गई पहली आज्ञा। ദൈവത്തെ നാം മാനിക്കുമ്പോൾ, ദൈവവചനത്തെ മാനിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണത്തെ മാനിക്കുമ്പോൾ ആ ഉടമ്പടിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഒരു സ്ത്രീ ത്യാഗം സഹിക്കേണ്ടി വരും, ഒരു പുരുഷൻ ത്യാഗം സഹിക്കേണ്ടി വരും, ഒരാൾക്ക് കീഴ്പ്പെടേണ്ടി വരും. എന്റെ ഇഷ്ടം വലുതെന്ന് പറഞ്ഞ് അവർ വഴക്കടിക്കത്തില്ല. കാരണം അവർ സകലത്തെക്കാൾ അധികമായി, സമൂഹത്തെക്കാൾ അധികമായി അവർ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. जब हम परमेश्वर को आदर देते हैं, परमेश्वर की व्यवस्था को आदर देते हैं, परमेश्वर के वचन को जब हम मान देते हैं, तो वो व्यक्ति, वो पुरुष और वो स्त्री ये कहकर कि मेरी इच्छा बड़ी है या मेरी बात माननी चाहिए कहकर आपस में वो झगड़ा नहीं करते हैं। वो एक दूसरे को स्वीकार करते हैं, एक दूसरे की अधीनता में रहते हैं। ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്തിനെതിരായിട്ട് മറ്റേയാൾ നിൽക്കുമ്പോൾ
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ബാഗും എടുത്തുകൊണ്ട് ആ വീടിന്റെ വാതിലും അടച്ചിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്കാണ്. ആ പോകുന്ന പോക്ക് വീട്ടിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങി പോവുകയാണ്. आज छोटी छोटी बातों के लिए मेरी इच्छा के खिलाफ अगर कोई कुछ बोल गया या कर गया तो छोटी छोटी बातों के लिए अपना बैग पैक किया, सामान पैक किया, घर का दरवाजा बंद करके सिर्फ घर से ही नहीं जिंदगी से ही निकल जाते हैं। അവരെവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ദൈവ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അവർ മുഷ്ടി ചുരുട്ടി ദൈവത്തോട് പറയുക, നീ കൂട്ടിയോജിപ്പിച്ചതിനെ എനിക്ക് വേണ്ട, ഞാൻ തന്നെ എന്റെ ഇണയെ കണ്ടെത്തുവാൻ വേണ്ടി പോകുന്ന ആ പോക്ക് അനുഗ്രഹത്തിലേക്കല്ല ശാപത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. वो कहां से निकल कर जा रहे हैं? वो परमेश्वर की उपस्थिति से निकल कर जा रहे हैं, वो परमेश्वर की वाचा से निकल कर जा रहे हैं, वो परमेश्वर की व्यवस्था से निकल कर जा रहे हैं। वो मुट्ठी तान कर परमेश्वर से ये कहते हैं कि तूने मुझे जो जीवन साथी दिया वो नहीं, मैं अपनी मर्जी से अपना साथी ढूंढने जा रहा हूं। वो आशीष की ओर का उनका वो यात्रा नहीं है, वो नाश की, वो श्राप की ओर उनकी यात्रा है। और समाज आज इसी श्राप को भुगत रहा है। ഇന്നത്തെ രാത്രി നിങ്ങൾ ചില വചനഭാഗങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചാട്ട് വരുന്ന തലമുറയുടെ മധ്യത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ ഉണ്ടാകുവാൻ നിങ്ങളുടെ മക്കള് ആപത്തിൽ അനർത്ഥത്തിലേക്ക് നിത്യ നരകത്തിന്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് കടന്നു പോകാതിരിക്കാൻ തക്കവണ്ണം ഈ വചനങ്ങൾ നമ്മയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും സൂക്ഷിക്കട്ടെ. आज जब कुछ वचनों को आप सुनते हैं तो वो वचन आपके दिल की गहराई में उतरने पाए, उन्हें आप अपने बाल बच्चों को सिखाएं, आपके बाल बच्चे इस बर्बादी से, इस तबाही से बचने पाए, वो अनंत नरक की ओर जाने की तबाही से बचने पाए। परमेश्वर हमें, हमारे परिवारों को, हमारे बच्चों को इस अनंत नरक से बचाने पाए, सुरक्षित रखने पाए। ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വന്നേ. 31, 32 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പഴയ നിയമത്തില്. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. एक बार और इस 31 और 32 वचन की ओर आइए। यहाँ पर प्रभु कहता है, जो कोई अपनी पत्नी को तलाक देना चाहे तो उसे त्याग पत्र दे। ये बात पुराने नियम में लिखी गई थी, व्यवस्था में दी गई थी। परंतु प्रभु कहता है, परंतु मैं तुमसे ये कहता हूं कि जो कोई अपनी पत्नी को व्यभिचार के सिवा किसी और कारण से तलाक दे तो वह उससे व्यभिचार करवाता है, और जो कोई उस त्यागी हुई से विवाह करे वह व्यभिचार करता है। പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യവസ്ഥകൾ മാറി. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ ഇല്ലാതിരുന്ന മറ്റൊരു കാര്യം, ഈ പുതിയ നിയമത്തിൽ നമ്മുടെ കൈയുടെ മുമ്പിൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പ്രിന്റ് ചെയ്ത എഴുതപ്പെട്ട ദൈവവചനം നമ്മുടെ ഓരോ ഭവനങ്ങളിലുമുണ്ട്. നമുക്ക് നോക്കി അന്വേഷിപ്പാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ തിരുവചനമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഏത് വിഷയങ്ങളെയും ദൈവത്തിന്റെ സഹായത്തോടുകൂടി ഹല്ലേലൂയ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. नए नियम में व्यवस्था बदल गई है। एक पवित्र आत्मा हमारी मदद करने के लिए, हमारी निर्बलता में, हमारी कमजोरी में हमें बल देने के लिए पवित्र आत्मा हमारे साथ है। और दूसरा, जिन चीजों की हमें सुधार की जिंदगी में जरूरत है, बदलाव की जरूरत है, पुराने नियम में जो चीज नहीं थी वो परमेश्वर का वचन लिखित रूप में हमारे हाथों में विद्यमान है। वो हमें आशीष देने के लिए, बदलाव के लिए, सुधार के लिए पवित्र आत्मा और ये वचन आज हमारे पास उपलब्ध है। മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. मत्ती 19 का 9 एक बार पढ़कर देखिए। പഴയ നിയമം 8-9 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. 8वां और 9वां वचन मैं पढ़ना चाहता हूँ। സോറി, വേഴ്സ് 7 മുതൽ ഞാനൊന്ന് വായിക്കട്ടെ. 7वें वचन से। അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ മോശെ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. मत्ती 19 का 7 से 9। उन्होंने उससे कहा, फिर मूसा ने यह क्यों ठहराया कि त्याग पत्र देकर उसे छोड़ दे? उसने उनसे कहा, मूसा ने तुम्हारे मन की कठोरता के अनुसार, कठोरता के कारण तुम्हें अपनी अपनी पत्नी को छोड़ देने की आज्ञा दी, परंतु आरंभ से ऐसा नहीं था। और मैं तुमसे कहता हूं कि जो कोई व्यभिचार को छोड़
और किसी कारण से अपनी पत्नी को त्याग कर दूसरी से विवाह करे, वह व्यभिचार करता है, और जो उस छोड़ी हुई से विवाह करे वह भी व्यभिचार करता है। ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് ഈ പരസംഗം ഹേതുവാകുക? അതായത് ഒരു സ്ത്രീ വന്ന് പുരുഷനോട് പറയുകയാണെന്ന് വെച്ചോ, ഇനി എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ മറ്റൊരാളുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് മനഃപൂർവം ആ വേറൊരു ബന്ധത്തിലേക്ക് കടന്നു പോവുകയും മറ്റൊരു പുരുഷനുമായിട്ട് അവൾ ജീവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്ത് തന്നെ വിട്ടു പോവുകയാണെങ്കിൽ അവളെ ഉപേക്ഷിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. ये व्यभिचार को छोड़ और किसी के लिए पत्नी को नहीं त्यागना, उसका क्या मतलब है? मान लो पत्नी अगर पति से कहती है कि अब मैं तुम्हारे साथ नहीं जीना चाहती, मैं किसी और पुरुष के साथ जाना चाहती हूँ, उसके साथ में जीना चाहती हूँ, अगर वो अपनी मर्जी से अपने पति को छोड़कर जाने के लिए तैयार है, व्यभिचार के लिए वो जा रही है, दूसरे पुरुष के साथ में जा रही है, तो इस वचन का मतलब है कि तब ऐसी स्थिति में तो उसको त्याग पत्र दे सकता है, छोड़ सकता है। ഞാനൊരു കാര്യം പറയട്ടെ. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്, ഹോശയെ കുറിച്ച് നമുക്കറിയാം. ഹോശയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ മറ്റു പരപുരുഷന്മാരുടെ പോയിട്ട് പോലും യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ അവളെ ചേർത്ത് കൊള്ളണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. കാരണം എന്തെന്നറിയാമോ? ഇസ്രയേൽ പരസംഗം ചെയ്തിട്ടും യഹോവയായ ദൈവം ഇസ്രയേലിനെ സ്നേഹിച്ചു എന്ന് കാണിക്കുവാൻ തക്കവണ്ണം ആ പ്രവാചകൻ പഴയ നിയമത്തിൽ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. पुराने नियम में एक नबी था, होशे नबी, जिसके बारे में हम जानते हैं कि उसकी पत्नी कई बार दूसरे पराये पुरुषों के पीछे जाती है, फिर भी परमेश्वर उससे कहता है कि तू उसे त्यागना नहीं, तू उसे वापस स्वीकार कर। और वो किस लिए? ये दिखाने के लिए कि इस्राएल ने बार बार व्यभिचार किया, लेकिन फिर भी परमेश्वर उससे प्रेम करता है, इस्राएल से प्रेम करता है। इस बात को दिखाने के लिए होशे पुराने नियम में इस अनुभव से गुजरता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പുതിയ നിയമത്തിൽ തന്നെ ഭാര്യ ഈ ചതി കാണിച്ചിട്ട്, വഞ്ചന കാണിച്ചിട്ട് തന്നെ വിട്ടിട്ട് ഇറങ്ങി പോയിട്ടും അവളുടെ പിന്നാലെ പോയി അവളെ മടക്കി കൊണ്ടുവന്ന ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. मेरे भाइयों और बहनों, मैंने ऐसे परमेश्वर के दास के बारे में सुना है जिसकी पत्नी ने बिल्कुल ऐसी ही गलती, ऐसा ही धोखा उसके साथ में किया, व्यभिचार किया, लेकिन वो पति उसके पीछे जाता है, उसको वापस लेकर आता है, अपने साथ बसाता है। ऐसे परमेश्वर के दास के बारे में मैंने सुना है। അത് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠമേറിയ ഒരു ദൈവ കൃപയാണ്. തന്നോട് തെറ്റ് ചെയ്തവളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ആശ്രയിച്ച് സമൂഹത്തിന്റെ മധ്യത്തിൽ അവളെ അപമാനിക്കാതിരിപ്പാൻ തക്കവണ്ണം, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ വരാതിരിപ്പാൻ തക്കവണ്ണം, തന്റെ ശുശ്രൂഷയില് അഭംഗി ഉണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം മാതൃക കാണിച്ചുകൊണ്ട് ഒരു ദൈവദാസൻ വേദനകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സകലതും സഹിക്കുവാൻ തയ്യാറായി പൂർണ്ണ മനസ്സോടെ അവളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം തയ്യാറായെങ്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. वो नए नियम का एक सबसे बड़ा उदाहरण है, परमेश्वर के एक बड़े अनुग्रह का उदाहरण, जहां पर वो पति इसलिए अपनी पत्नी को फिर से वापस लेकर आता है कि उसके बच्चों को के पास में उनकी मां रहे, उसकी सेवकाई पर उसका कोई बुरा असर न पड़े, दूसरों के सामने उसकी पत्नी को लज्जित न होना पड़े, निंदित न होना पड़े। उसको निंदा से, लज्जा से बचाने के लिए, बदनामी से बचाने के लिए वो अपनी पत्नी को क्षमा करता है, अपने सारे दर्द को अपने दिल के अंदर दबाकर उसे वापस स्वीकार करता है। ये नए नियम का, परमेश्वर की अनुग्रह का सबसे बड़ा एक उदाहरण है। ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം ദേവദാസൻ ഒന്ന് വായിച്ച്. അവിടെയും പറയുന്നു, ഇതേ അനുഭവം തന്നെയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. लुका 16 से 18 में बिल्कुल इसी बात को लुका भी लिखता है। लुका 16 का 18, जो कोई अपनी पत्नी को त्याग कर दूसरी से विवाह करता है वह व्यभिचार करता है, और जो कोई ऐसी त्यागी हुई स्त्री से विवाह करता है वह भी व्यभिचार करता है। മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 11-12, മാർക്ക് 10:11 and 12, അവിടെയും ഇത് തന്നെ എഴുതിയിരിക്കുന്നു. मरकुस 10 का 11 और 12, वहां पर भी यही बात लिखी है। उसने उनसे कहा, जो कोई अपनी पत्नी को त्याग कर दूसरी से विवाह करे तो वह उस पहली के विरोध में व्यभिचार करता है, और यदि पत्नी अपने पति को छोड़कर दूसरे से विवाह करे तो वह व्यभिचार करती है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം ഭാര്യയോടുള്ള താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിൽ കുറഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ
എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭർത്താവിനോടുള്ള താല്പര്യം നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് കർത്താവേ, എന്റെ കുറവുകളെ എനിക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ, എന്റെ ജീവിതത്തോട് ചേർത്തിരിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുവാൻ, എന്റെ ജീവിതത്തോട് ചേർത്തിരിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുവാൻ, അവളെ കരുതുവാൻ തക്കവണ്ണം എനിക്ക് കൃപ തരണമേ എന്ന് ഈ നാളുകളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. मेरे भाइयों और बहनों, मेरी बात को सुनने वाले भाइयों और बहनों, अगर आपकी जिंदगी में आपको लग रहा है कि आपके पति के प्रति, आपकी पत्नी के प्रति आपका प्रेम, आपका लगाव कम हो रहा है, तो इन दिनों में अपने प्रभु के सामने आकर घुटने टिकाकर बैठे और उससे कहें, प्रभु मेरी जिंदगी की कमियों को मुझ पर प्रकट कर। जो पति, जो पत्नी आपने मुझे दी है, उससे प्रेम करने का एक अनुग्रह मुझे दे। इस बात के लिए प्रभु के सामने घुटने टिकाकर आपको उससे दुआ करने की इन दिनों में जरूरत है। സ്വന്തം ഭാര്യയേക്കാൾ അധികം മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം സഹോദര സഹോദരി നീ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വന്തം ഭർത്താവിനേക്കാൾ അധികം മറ്റു പുരുഷന്മാരുടെ സാമീപ്യം നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് കാരണം എന്തെന്നറിയാമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ നിന്റെ മൊബൈലിൽ കാണുന്നത് കൊണ്ടാണ്. ഈ സമൂഹം, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു മീഡിയകൾ നിന്നെ സ്വാധീനിക്കുന്നത് കൊണ്ട്, അരുതാത്ത ജഡമോഹം നിന്റെ ഉള്ളിൽ പിശാചു കൊണ്ടുവരുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ നാം ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഇതുവരെ ഭാര്യയിൽ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേകത നിനക്ക് ഇന്നു മുതൽ കാണുവാനായിട്ട് കഴിയും. ഇതുവരെ ഭർത്താവിൽ കണ്ടിട്ടില്ലാത്ത ചില സവിശേഷത, ശ്രേഷ്ഠത ഇന്നു മുതൽ നിനക്ക് കാണുവാനായിട്ട് കഴിയും. मेरे भाइयों और बहनों, अगर अपने पति से बढ़कर, अपनी पत्नी से बढ़कर दूसरे स्त्रियों और पुरुषों के साथ में रहना आपको ज्यादा अगर अच्छा लगने लगा है, उनकी नजदीकी अगर आपको ज्यादा अच्छे लगने लगी है, तो उसका कारण ये है कि आप अपने मोबाइल में, अपने सोशल मीडिया में जो बेकार की चीजें देख रहे हैं, उनका असर, शैतान का असर जो आप पर होता जा रहा है। इस कारण आपको वो लोग, उनकी नजदीकी अपने पति से, अपनी पत्नी से ज्यादा अच्छी लगने लगी है। पर अगर आप परमेश्वर का भय मानने वाले हैं, तो आज से आपको अपनी पत्नी में वो खासियत नजर आएगी, अपने पति में वो खासियत नजर आएगी जो आज तक आपको कभी नजर नहीं आई। ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള കരുതൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം സഹോദര സഹോദരി നീ വിശ്വസിക്ക്, ഈ ലോകത്തിൽ മറ്റേതൊരു സ്ത്രീയെക്കാളും ശ്രേഷ്ഠിയായ ഒരു സ്ത്രീയാണ് നിന്റെ ഭാര്യ. അവൾക്ക് ഒരുപക്ഷെ ഭംഗി കുറവായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം, ആരോഗ്യം കുറവായിരിക്കാം, പക്ഷെ നിന്റെ വ്യക്തിത്വത്തോട് ചേരുവാൻ തക്കവണ്ണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നിനെയാണ് നിന്നോട് ചേർത്തിരിക്കുന്നത്. അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തോട് ചേരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും നോക്കിയപ്പോൾ അതിന്റെ മധ്യത്തിൽ ഏറ്റവും യോഗ്യനായി കണ്ടിരിക്കുന്നത് നിന്റെ ഭർത്താവിനെയാണ്. അതുകൊണ്ടാണ് അവനെ നിന്റെ ജീവിതത്തോട് ചേർത്തിരിക്കുന്നത് എന്ന് ഇന്നത്തെ രാത്രി മനസ്സിലാക്കുക. आज आपको इस बात को समझना है कि आपको जो पत्नी परमेश्वर ने दी है, शायद उसकी सुंदरता कम होगी, तंदुरुस्ती कम होगी, पढ़ाई लिखाई कम होगी, पर इस दुनिया की दूसरी किसी भी स्त्री से बढ़कर वो आपके चरित्र के, आपके स्वभाव के सबसे योग्य है। इसलिए परमेश्वर ने वो पत्नी आपकी जिंदगी में दी है। और इस दुनिया के दूसरे सारे पुरुषों से कहीं बढ़कर वो पति जो परमेश्वर ने आपको दिया है, वो आपके योग्य है, सबसे उत्तम है। इसलिए परमेश्वर ने उसको आपकी जिंदगी में दिया है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ കരുതും, മറ്റു സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറയും, എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ എന്റെ ജീവിതം മെച്ചമായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് അവനായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടേനെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവസ്ഥ നേരെ തിരിച്ചാണ്. നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നെ ഒരുപക്ഷെ നീ ലോകം വിട്ടു പോകേണ്ടി വന്നേനെമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ എന്നെ നീ അനാഥയായി തീരേണ്ട കാലം കഴിയുമായിരുന്നു. അവനായതുകൊണ്ട് അല്ലെങ്കിൽ അവളായതുകൊണ്ട് നീ ഇന്നും ജീവിച്ചു പോകുന്നു. ദൈവത്തിന്റെ കൃപയാണ്. पर शायद आप सोचते होंगे, हम लोग कई बार सोच बैठते होंगे कि मेरी पत्नी की जगह अगर दूसरी होती तो कितना अच्छा होता, या मेरे पति की जगह कोई और होता तो कितना अच्छा होता। पर अगर आपकी पत्नी की जगह कोई और औरत होती तो कब के आप इस दुनिया से निकल लिए होते। अगर आपके पति की जगह कोई और होता तो पता नहीं कब के आप अकेले पड़ जाते। पर आपकी पत्नी आपके साथ थी, आपका पति आपके साथ था, इसीलिए आज तक भी आप अपनी जिंदगी अच्छे से जी रहे हैं। നമ്മൾ ഒരിക്കലും മറ്റേയാളിന്റെ ഹൃദയത്തിലുള്ളത് കാണുന്നില്ല, മറ്റേയാളിന്റെ ചിന്താഗതികൾ കാണുന്നില്ല. നാം തന്നെ പലതും ഹല്ലേലൂയ നമ്മുടെ ഭാവനയിൽ കണ്ട് നമ്മൾ അനുമാനിക്കുകയാണ്. ആ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം സംഭവിക്കുക. दूसरे के दिल के अंदर क्या चल रहा है वो हमें नजर नहीं आता है। उस व्यक्ति का स्वभाव कैसा है हमें नजर नहीं आता। हम बस अपने ही अंदर कल्पना करते रहते हैं, अनुमान लगाते रहते हैं और अपनी ही कल्पना और अनुमानों में जी रहे हैं। इसीलिए सब गड़बड़ होती है।
എന്റെ ഭർത്താവ് എന്തിനാണ് എന്നോട് പറഞ്ഞതെന്ന് ചിന്തിക്കുവാനോ ആ സാഹചര്യം എന്താണെന്ന് ചിന്തിക്കുവാനോ എന്ത് ഉദ്ദേശത്തോട് പറഞ്ഞു എന്ന് ചിന്തിക്കുവാനോ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. എന്നാൽ അവൾ ആ പറഞ്ഞ വാക്കിന്റെ പിന്നില് എന്ത് കാരണം കൊണ്ടാണ് അവൾ പറയുന്നത്, അവളുടെ ഹൃദയത്തിൽ എന്ത് ഉദ്ദേശമാണുള്ളതെന്ന് ചിന്തിക്കുവാൻ കോണം ഭർത്താവിന് കഴിയുന്നില്ല. കാരണം അവർ സ്വയം അനുമാനത്തിൽ ജീവിച്ച് സ്വന്തം ശരികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. मेरे पति ने मुझसे ये बात क्यों कही, इसके पीछे उसके उसके मन में क्या था, उसका उद्देश्य क्या था, किस कारण से ये बात कही, इस बात को पत्नी समझ नहीं पाती है। पत्नी ने अगर कुछ कहा है तो पति नहीं समझ पाता कि उसकी इस बात के पीछे उसका उद्देश्य क्या था, वो क्या कहना चाहती है, क्योंकि एक दूसरे के मन को कोई समझ नहीं पा रहा है और हम अपनी ही बात को, अपने अनुमान को, अपने तर्क को सही ठहराते हुए हम आगे बढ़ रहे हैं। ഞാൻ ഇന്നത്തെ ഈ സമയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫാമിലി സെമിനാർ ഒന്നും അല്ല, അല്ലെങ്കിൽ മാരേജ് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ये आज जब हम यहाँ सीख रहे हैं तो ये परिवार से जुड़ी हुई कोई सभा या शादी ब्याह के मामले से जुड़ी हुई सभा नहीं है, इसलिए मैं इन बातों में ज्यादा अभी आगे नहीं जा रहा हूँ। ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഭാഗം അവിടെ നിർത്തുകയാ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊരു വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറയുക, ദൂരെയുള്ള ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്തിട്ട് പറയുക, ആ ബിൽഡിംഗ് പോയി ഒരു ഫോട്ടോ എടുത്ത് ആ ബിൽഡിങ്ങിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ പറയുക. എന്നിട്ട് ആ ഭർത്താവ് അവിടെ പോയിട്ട് മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഭാര്യയോട് പറയുക, നീയും പോയിട്ട് നിന്റെ മൊബൈൽ ഫോണും കൊണ്ടുപോയിട്ട് അതേ ബിൽഡിങ്ങിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറയുക. അവളും പോയിട്ട് അവിടെ പോയിട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ടുപേരുടെയും ഫോട്ടോ വ്യത്യസ്തമായിരിക്കും പലപ്പോഴും. मैं आपको एक उदाहरण बताता हूँ और उसके आधार पे आप सोचिएगा। मान लो हम एक घर पे जाते हैं और पति से कहते हैं, उसको एक दूर की एक इमारत दिखा कर कहते हैं कि आप जाओ और उस इमारत की फोटो खींच कर लाओ। तो पति जाता है, उस इमारत की फोटो खींच कर लाता है। फिर पत्नी को बोलो कि आप जाओ और उस इमारत की फोटो खींच कर लाओ, वो भी फोटो खींच कर लाएगी और आप देखना ये दोनों की जो फोटो लेकर आएंगे खींच के, वो दोनों अलग होगी। നിങ്ങൾക്കറിയാമോ, വീട്ടിലിരുന്നു കൊണ്ട് ഈ രണ്ടുപേരും ഫോട്ടോ നോക്കിയിട്ട് ഭാര്യ പറയും, ഇത് ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോ അല്ല, ഇത് നീ വേറെ ഏതോ എടുത്തതാ. ഭർത്താവ് പറയും, ഭാര്യയോട് പറയും, ഇത് നീ എടുത്ത ഫോട്ടോ കറക്റ്റ് അല്ല, ഇത് വേറെ ഏതോ ബിൽഡിങ്ങിന്റേതാ. എന്നിട്ട് ഭാര്യ അതുപോലെ ഭർത്താവിനോട് പറയും, അത് നിങ്ങൾക്ക് തെറ്റി, നിങ്ങൾ എടുത്ത ഫോട്ടോ വേറെ ഏതോ ബിൽഡിങ്ങിന്റേതാണെന്ന് പറഞ്ഞ് അവർ പരസ്പരം ആർഗ്യൂ ചെയ്യും. अब वो पति पत्नी जब दोनों की खींची हुई फोटो को देखेंगे तो आपस में ये कहकर बहस करेंगे। एक पत्नी पति से बोलेगी कि नहीं, आपने जो फोटो खींची है वो किसी और इमारत की है। पति पत्नी से कहेगा कि तूने जो फोटो खींची है वो किसी और की इमारत है, उस इमारत की नहीं है, और कहीं की तू फोटो खींच कर लाइए। ये कहकर वो आपस में बहस करने लगेंगे। പക്ഷെ സത്യം എന്തായിരിക്കുമെന്ന് അറിയാമോ? ഭർത്താവ് ചെന്നിട്ട് ഒരു കോണിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു, ഭാര്യ ചെന്നിട്ട് ഒരു പക്ഷേ വേറെ കോണിൽ നിന്നുകൊണ്ടായിരിക്കാം ആ ഫോട്ടോ എടുത്തത്, ഒരേ ബിൽഡിങ്ങിന്റെ തന്നെ. पर असल में सच क्या है कि पति ने शायद उस इमारत के एक कोने पे खड़ा होकर उसकी फोटो ली होगी, पत्नी ने शायद उसी इमारत के किसी दूसरे कोने से फोटो ली होगी। एक ही इमारत की फोटो अलग अलग जगह से दोनों ने खींची है। പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർ സ്നേഹത്തോട് ഇരുന്നിട്ട് രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരാൾ കണ്ടതിനേക്കാൾ എത്ര ഭംഗിയായിട്ട് ആ ബിൽഡിങ്ങിനെ അവർക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് നാല് വശവും ഒരുമിച്ച്. एक दूसरे को समझने वाले, एक दूसरे से प्रेम रखने वाले, परमेश्वर का भय मानने वाले अगर पति पत्नी हैं, तो वो जब उन दोनों फोटो को देखेंगे तो उनको समझ में आएगा कि मैंने जितना देखा उससे कितना ज्यादा खूबसूरती से दूसरे ने उस तस्वीर को, उस इमारत को देखा। वो दोनों एक दूसरे की ज्यादा देखने की, खूबसूरती को देखने की, उनकी खासियत को देखकर दोनों आपस में प्रसन्न होंगे। Thank you, Pastor, for explaining it so wonderfully in Hindi. Much beyond than what I am explaining. God bless you. ഇവിടെ നമുക്ക് അടുത്തൊരു വചനത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തില് 11 अगले वचन की ओर आते हैं। 1 कुरिन्थियों 7वां अध्याय 11-12 വാക്യങ്ങൾ. उसका 11वां और 12वां वचन। അവിടെ എഴുതിയിരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. 10 से, जिनका विवाह हो गया उनको मैं नहीं वरन प्रभु आज्ञा देता है कि पत्नी अपने पति से अलग न हो, और यदि अलग भी हो जाए तो बिन दूसरा विवाह किए रहे, या अपने पति से फिर मेल कर ले, और न पति अपनी पत्नी को छोड़े। നിങ്ങൾക്കറിയാമോ, ഈ ഒരൊറ്റ വചനം അനുസരിച്ചാൽ മാത്രം മതി അനേക കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. आपको पता है कि सिर्फ इस एक वचन का मानना काफी है, बहुत से परिवारों को आशीष मिलेगी।
ഈ ഒരൊറ്റ വചനത്തെ ഭയപ്പെട്ടാൽ മതി. അനേക ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും, അനേക ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കും. सिर्फ इस एक वचन का भय मानना काफी है। बहुत सी पत्नियां अपने अपने पति के अधीन हो जाएंगी, बहुत से पति अपनी अपनी पत्नी से प्रेम करने लगेंगे। സർവശക്തനായ കർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ ഭർത്താവിനെ വേർപിരിയരുത്, അഥവാ നിനക്ക് അയാളുടെ കൂടെ ചേർന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ വേർപിരിഞ്ഞോ, പക്ഷെ ഒരു കണ്ടീഷൻ, നിനക്ക് വീണ്ടും ഒരു വിവാഹം ചെയ്യാൻ പാടില്ല. सर्वशक्तिमान प्रभु पत्नी से कहता, अपने पति से अलग ना हो, पर अगर तू उसके साथ नहीं जी पा रही है, तेरे लिए मुश्किल हो गया है, तो अलग हो जा, पर दूसरा विवाह किए बिना रहे। അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു ഭാര്യയുടെ ചെവിയിൽ ദൈവവചനം പറയുകയാണെങ്കിൽ അവള് ഭർത്താവിനെ വിട്ടു പോകുമോ? ഒറ്റയ്ക്ക് ജീവിതകാലം മുഴുവനും ജീവിപ്പാൻ തക്കവണ്ണം അവൾ ഒറ്റയ്ക്ക് പോകുമോ? ഇല്ല. അവള് കഷ്ടം സഹിക്കും, അവള് സ്വയം താണു കൊടുക്കുവാൻ തയ്യാറാകും, തന്റെ കുറവുകൾ അറിയും, അല്ലെങ്കിൽ ഭർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും. അവർ ഒരുമിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവൾ എല്ലാ വഴികളെ കുറിച്ചും ചിന്തിക്കും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ. अगर परमेश्वर का वचन पत्नी से ये कह रहा है, तो क्या वो अकेले सारी जिंदगी बिताने के लिए अपने पति को छोड़कर अलग जाएगी? नहीं जाएगी। वो क्या करेगी? वो पति को और ज्यादा समझने की कोशिश करेगी, वो अपनी कमियों को ढूंढने और मानने की कोशिश करेगी, वो झुकने की कोशिश करेगी, वो जिंदगी भर एक साथ रहने के लिए जो कर सकती है उसकी पूरी कोशिश करेगी। ഇവിടെ ഭർത്താവിനോട് കർത്താവ് പറയുകയാണ്, നിനക്ക് അവളോട് ചേർന്ന് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ സാരമില്ല, നീ അവളെ ഉപേക്ഷിച്ചോ, പക്ഷെ ഒരു കണ്ടീഷൻ, നിനക്കൊരു മറ്റൊരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എത്ര ഭർത്താക്കന്മാര് ഭാര്യയെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പോകും? ഇല്ല. അവൻ താഴുവാൻ തയ്യാറാകും, അവൻ അവളെ സ്നേഹിക്കുവാൻ തയ്യാറാകും, തന്റെ കുറവുകളെ തിരിച്ചറിയുവാൻ തയ്യാറാകും, അവള് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കും. അവർ ഒരുമിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവർ തീരുമാനിക്കും. यहाँ प्रभु पति से कह रहा है कि तू अगर पत्नी के साथ में नहीं जी सकता है तो अलग हो जा, पर एक शर्त है कि तू दूसरी औरत से शादी नहीं कर सकता। अगर प्रभु जब ऐसा कह रहा है, तो क्या कोई पति अपनी पत्नी को छोड़कर जिंदगी भर अकेला जीने के लिए जाएगा? नहीं जाएगा। वो क्या करेगा? वो अपनी पत्नी से प्रेम करने की कोशिश करेगा, वो झुकेगा, वो अपनी गलतियों को मानेगा और ये देखने की कोशिश करेगा कि क्या पत्नी जो कह रही है क्या उसमें सच्चाई है। നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല. അതിന്റെ തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യനിലേക്ക് നോക്കും, അത് നമ്മൾ ഫോളോ ചെയ്യും. ഈ വചനം നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടില്ല, സഭയിൽ പ്രസംഗിക്കാറില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യന്റെ അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡമായി തീരും. हम वचन को महत्व नहीं देते हैं, इसीलिए हम अपने चारों ओर इन चीजों को देख रहे हैं। हम लोगों की गवाहियों पर ध्यान देते हैं, उनके अनुभवों पर ध्यान देते हैं। इस वचन को हमने ना तो पढ़ा है, ना सुना है, ना इसका प्रचार हमने सुना है, इसको सिखाते हुए हमने कभी नहीं सुना। इसलिए जैसे पहले बताया गया, दूसरों की गवाहियां, दूसरों के अनुभव हमारी जिंदगी के मापदंड बनते जा रहे हैं। പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാനൊരു മാരേജ് കോൺഫറൻസിൽ സംസാരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു സഹോദരി അവിടെ നിന്ന് കരയുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവദാസ, എനിക്കൊരു കാര്യം സംസാരിക്കുവാനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമാണ്. കാരണം എന്നെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചയാളാണ്, ഈ വചനപ്രകാരം ഞാൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ സഹോദരി എൻ്റെ അടുത്ത് നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. मैं एक बार एक वैवाहिक सेमिनार से वहां सेवकाई के बाद में जब बाहर निकला, तो एक बहन बाहर खड़े होकर रो रही थी और उन्होंने मुझसे कहा, परमेश्वर के दास, मैं आपसे एक बात करना चाहती हूँ। तो उन्होंने बात बताई कि मेरे अंदर बहुत ज्यादा, मेरे दिल में बहुत बोझ है। वो रो रही थी वहां पर और बता रही थी कि मैंने दूसरी शादी कर ली है और इस वचन के अनुसार मैंने व्यभिचार किया है, तो अब मैं क्या करूं? ഞാൻ ആ സഹോദരിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ പഴയ ഭർത്താവ്, എൻ്റെ ആദ്യ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് എൻ്റെ അപ്പനും അമ്മയും നിർബന്ധിച്ചനുസരിച്ച് ഞാൻ വിവാഹം കഴിച്ചത്. तो मैंने जब उस बहन से पूछा, तो उन्होंने बताया कि मेरा पहला पति मुझे छोड़कर चला गया था, मैं अकेले जिंदगी नहीं जी सकती थी, इसलिए माँ बाप ने के दबाव के कारण मैंने दूसरी शादी कर ली। ഞാൻ അവരോട് ചോദിച്ചു, ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അതിനുശേഷമാണ് ഞാൻ വിശ്വാസത്തിൽ വന്നതെന്ന് പറഞ്ഞു. मैंने उनसे पूछा, जब आपकी दूसरी शादी हुई उस समय क्या आप विश्वास में थी? तो उन्होंने कहा, नहीं, उसके बाद मैं विश्वास में आई। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിഷയമല്ല. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. भाइयों और बहनों, प्रभु पर विश्वास करने से पहले, विश्वास की जिंदगी में आने से पहले आपकी जिंदगी में जो कुछ हुआ है
उससे कोई फर्क नहीं पड़ता है, क्योंकि परमेश्वर का वचन 2 कुरिन्थियों 5:17 में कहता है, यदि कोई मसीह में है तो वो नई सृष्टि है, देखो पुराना सब कुछ बीत गया है, सब कुछ नया हो गया है। ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അതോർത്ത് ഇന്നത്തെ രാത്രി വിഷമിക്കരുത്. കർത്താവിലേക്ക് നീ വന്നു കഴിഞ്ഞപ്പോൾ പഴയതെല്ലാം കർത്താവ് കഴിഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെയും അവിടുത്തെ രക്തത്തിൽ കഴുകി നിന്നെ ശുദ്ധീകരിച്ച് മാറ്റി നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുക. विश्वास में आने से पहले अगर कोई ऐसा है जिसकी जिंदगी में ऐसा कुछ हुआ है, तो आपको दुखी होने की, परेशान होने की जरूरत नहीं है, क्योंकि उन विश्वास में आने से पहले जो कुछ आपकी जिंदगी में हुआ उससे प्रभु ने आपको छुड़ा लिया है, उसको प्रभु ने माफ कर दिया है, आपको धो के शुद्ध कर दिया है। ഇവിടെ ഈ അടുത്ത 2 വാക്യങ്ങളൂടെ ഞാൻ പെട്ടെന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अगले 2 वचनों को भी जल्दी से मैं पढ़ना चाहता हूँ। 12-13 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർക്കുവാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോട് പാർക്കുവാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു. കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചാണ്. कुरिन्थियों 7:12-14 दूसरों से प्रभु नहीं परंतु मैं ही कहता हूँ, यदि किसी भाई की पत्नी विश्वास न रखती हो और उसके साथ रहने से प्रसन्न हो तो वह उसे न छोड़े। जिस स्त्री का पति विश्वास न रखता हो और उसके साथ रहने से प्रसन्न हो वह पति को न छोड़े, क्योंकि ऐसा पति जो विश्वास न रखता हो वह पत्नी के कारण पवित्र ठहरता है, और ऐसी पत्नी जो विश्वास नहीं रखती पति के कारण पवित्र ठहरती है। नहीं तो तुम्हारे बाल बच्चे अशुद्ध होते, परंतु अब तो पवित्र है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ പലരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ ഭാര്യയെയും ഭർത്താവിനെയും ഉപേക്ഷിക്കണമെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ സമർപ്പണം കണ്ടിട്ട്, നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട്, നിങ്ങളുടെ കരുണ കണ്ടിട്ട്, നിങ്ങളുടെ ക്ഷമ കണ്ടിട്ട് അവിശ്വാസത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിന്നോട് ചേരുവാൻ ഇടയാവട്ടെ, അവിശ്വാസത്തിലായിരിക്കുന്ന ഭാര്യ നിന്നോട് കൂടെ ചേരുവാൻ്റെ കോണം ഇടയായി തീരട്ടെ. मेरे भाइयों और बहनों, अगर आप सोचें कि इसका हमारे जीवन से क्या संबंध है, तो हो सकता है आप जब विश्वास में आए थे, आपकी पत्नी उस समय विश्वास में ना आई हो, या आपका पति उस समय विश्वास में ना आया हो, तो आप उनको त्यागने की, छोड़ने की ना सोचे, बल्कि आप उनके साथ रहें। आपके त्याग को देखकर, आपके प्रेम को देखकर, आपके धीरज को देखकर विश्वास न करने वाला आपका पति विश्वास में आने पाए, विश्वास न करने वाली आपकी पत्नी विश्वास में आने पाए। സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ മലാഖി പ്രവചനത്തിൽ നിന്ന് ഈ വിവാഹ ഉപേക്ഷണത്തെ കുറിച്ച്, അല്ലെങ്കിൽ വിവാഹ മോചനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. मलाकी, पुराने नियम में मलाकी की पुस्तक में प्रभु ने जो कहा उसको मैं सिर्फ पढ़ना चाहता हूँ, मैं उसको ज्यादा समझाना नहीं चाहता। 13 മുതലുള്ള വാക്യങ്ങളില്, മലാക്കി 2:13 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചേ. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. मलाकी 2:13-16 तक के वचन। फिर तुमने यह दूसरा काम किया है कि तुमने यहोवा की वेदी को रोने वालों और आहें भरने वालों के आंसुओं से भिगो दिया है, यहाँ तक कि वह तुम्हारी भेंट की ओर दृष्टि तक नहीं करता और न प्रसन्न होकर उसको तुम्हारे हाथ से ग्रहण करता है। तुम पूछते हो ऐसा क्यों? इसलिए क्योंकि यहोवा तेरे और तेरी उस जवानी की संगिनी और ब्याही हुई स्त्री के बीच साक्षी हुआ था, जिससे तूने विश्वासघात किया है। क्या उसने एक ही को नहीं बनाया, जबकि और आत्माएं उसके पास थी? और एक ही को क्यों बनाया? इसलिए कि वह परमेश्वर के योग्य संतान चाहता है। इसलिए तुम अपनी आत्मा के विषय में चौकस रहो और तुम में से कोई अपनी जवानी की स्त्री से विश्वासघात न करे, क्योंकि इस्राएल का परमेश्वर यहोवा यह कहता है, मैं स्त्री त्याग से घृणा करता हूँ और उससे भी जो अपने वस्त्र को उपद्रव से ढांपता है। इसलिए तुम अपनी आत्मा के विषय में चौकस रहो और विश्वासघात मत करो। सेनाओं के यहोवा का यही वचन है। ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. इसको समझाने के लिए बहुत सी बातें कहने की है, लेकिन समय की कमी के कारण अभी मैं उस ओर नहीं जा रहा। അടുത്ത 3 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अगले 3 मिनट में मैं अपने शब्दों को समाप्त करना चाहता हूँ। സഹോദരങ്ങളെ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് പഠിച്ചിട്ടേ ഉറങ്ങാവോ.
भाइयों, सोने से पहले इफिसियों 5 का 22 से आगे के वचनों को आज पढ़ के ही आप सोइएगा। ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ്, ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. वहां पर साफ साफ लिखा है पति की जिम्मेदारी क्या है, पत्नी की जिम्मेदारी क्या है। ഭാര്യ ഭർത്താവിന് കീഴടങ്ങണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. वहां उस वचन में लिखा है पत्नी अपने अपने पति के अधीन रहे, और पति के लिए लिखा है जिस तरह से मसीह ने कलीसिया से प्रेम किया वैसे पति अपनी अपनी पत्नी से प्रेम करे। സഭയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഭാര്യയാണ്, കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഭർത്താവാണ്. कलीसिया की जगह पत्नी है और प्रभु की जगह पति है। നമ്മളെല്ലാം ദൈവസഭയിലുള്ളവരാണ്. നമ്മൾ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ എത്രമാത്രം സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. हम सब प्रभु की कलीसिया में हैं, कलीसिया हैं, और हम जानते हैं कि हम प्रभु से कितना प्रेम करते हैं, हम उसके प्रति कितने ज्यादा समर्पित हैं। സഹോദരി, നീ ഭാര്യയാണെങ്കിൽ സഭ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് കൃപ യാചിക്കണം. बहन, अगर आप पत्नी हैं तो जैसे कलीसिया मसीह से प्रेम करती है वैसे ही अपने पति से आप प्रेम करें। अगर नहीं कर पा रही है तो रो रो कर प्रभु से उसका अनुग्रह मांगे। നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് സഭയെ എത്രമാത്രമാ സ്നേഹിച്ചത്. സഭയ്ക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ സകല മഹത്വവും വിട്ട് സർവശക്തനായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചിട്ട് നമ്മളെ വെളിപ്പെടുത്തി തന്നു നമ്മളെ എത്രമാത്രം അവിടുന്ന് സ്നേഹിക്കുന്നെന്ന്. हम सब जानते हैं कि मसीह कलीसिया से कितना प्रेम करता है, इतना प्रेम कि उसने अपने आप को उसके लिए सौंप दिया। स्वर्ग की सारी महिमा को, सारे तेज को, प्रताप को छोड़कर वो इस जमीन पर, धरती पर उतर आया। हमारे लिए, कलीसिया के लिए वो मरता है, अपनी जान तक देता है। वो इतना प्रेम कलीसिया से करता है। അതുപോലെ തന്നെ ഭർത്താവേ, സഹോദര, നീ നിന്റെ ഭാര്യയെ അതുപോലെ സ്നേഹിക്കണം. അവളുടെ കണ്ണിൽ കണ്ണുനീര് വരുവാൻ തക്കവണ്ണം നിന്റെ പ്രവൃത്തികൾ ഇടയായി തീരരുത്. हे भाई, हे पति, बिल्कुल उसी तरह से आपको अपनी पत्नी से प्रेम करना है, और आपके किसी काम के कारण, बर्ताव के कारण उसकी आंखों से कभी आंसू न आने पाए। എന്റെ ഭാര്യയ്ക്ക് സന്തോഷം വരുവാൻ തക്കവണ്ണം, അവൾക്ക് സമാധാനം വരുവാൻ തക്കവണ്ണം ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യണം. അതുപോലെ ഭാര്യ ചിന്തിക്കണം, എന്റെ ഭർത്താവിന് സമാധാനം കിട്ടുവാൻ, സന്തോഷം കിട്ടുവാൻ തക്കവണ്ണം ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പുതിയ നിയമത്തിന്റെ ക്രിസ്തീയ ജീവിതം വെളിപ്പെടുന്നത്. जब पति ये कहता है कि मेरी पत्नी की शांति के लिए, मेरी पत्नी की खुशी के लिए जो कुछ करना पड़े मैं करूंगा, और जब पत्नी ये कहे कि मेरे पति की खुशी के लिए, मेरे पति की शांति के लिए जो कुछ मुझे करना पड़ेगा मैं करूंगी, वहां पर नए नियम की, मसीही विश्वास की जिंदगी प्रकट होती है। കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. हम अपने आंखों को प्रभु के सामने बंद करेंगे। വളരെ ഗഹനമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ രാത്രി കേട്ടത്. അത് ഈ വചനത്തിന്റെ ഉള്ളിൽ നിന്ന് ചുരുക്കം സമയം കൊണ്ട് പറയുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു. बहुत ही गहरा विषय आज हमने सुना है, और इन वचनों के द्वारा बहुत संक्षेप में, छोटे शब्दों में उसके बारे में हमने बताया। കർത്താവ് ഉപേക്ഷണ പത്രത്തെ വെറുക്കുന്നുണ്ട്. അത് കർത്താവ് സ്വീകരിക്കുന്നില്ല. ദൈവസന്നിധിയിൽ അത് നാം കുറ്റക്കാരായിട്ട് തീരും. प्रभु तलाक से नफरत करता है, प्रभु उसको स्वीकार नहीं करता है, और प्रभु की नजर में ऐसा व्यक्ति गुनहगार साबित होता है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച്, അല്ലെങ്കിൽ ദൈവസഭയിലുള്ള ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ഒന്നിച്ച് വിളിച്ചിരുത്തി നിങ്ങളുടെ വിഷയങ്ങളെ പറഞ്ഞ് നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ദൈവഭയത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കുക. सुनने वाले भाइयों और बहनों, अगर आपकी जिंदगी में ऐसा कोई बोझ है, कोई परेशानी, कोई समस्या है, तो आप एक साथ बैठकर उस पर बातचीत करें, और नहीं तो अपनी कलीसिया के परमेश्वर के दासों दासियों को अपने साथ बैठाकर उनके साथ में बातचीत करें। परमेश्वर के भय में एक मन होकर अपनी जिंदगी को आगे बिताएं। നിങ്ങൾ പരസ്പരം ശത്രുക്കളെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ, ശത്രുക്കളെ പോലെ പരസ്പരം സ്നേഹിക്കാതെ ഹൃദയം ഒരുമനപ്പെടാതെ ജീവിച്ചാൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും തകർക്കും. അത് മാത്രമല്ല, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ലെന്നുള്ളത് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ 100% ഗ്യാരണ്ടീഡ്. अगर आप आपस में एक मन हुए बिना दुश्मनों की तरह जिएंगे, दुश्मनों की तरह अगर एक दूसरे के साथ में माफ किए बिना बर्ताव करेंगे, तो उससे न सिर्फ आपके बच्चों पर, आपकी आने वाली पीढ़ियों पर बुरा असर पड़ेगा, बल्कि इस वचन के आधार पर इस बात की 100% गारंटी है कि आप स्वर्ग के राज्य में कभी प्रवेश नहीं करने पाएंगे। പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ രാത്രി തന്ന വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം.
ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ വചനം ഇറങ്ങി പ്രവർത്തിക്കണമേ. മനുഷ്യന്റെ പാരമ്പര്യങ്ങളെയോ മനുഷ്യന്റെ സംസ്കാരത്തെയോ നോക്കിയല്ല എൻ്റെ കർത്താവ് തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ നാളുകളിൽ ദൈവ ഭയം ഞങ്ങളിൽ ഓരോരുത്തരിലും തരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ്റെ ഗുണങ്ങളുടെ ദാസനെ ശക്തിയോട് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. അധികം പ്രതിഫലം കൊടുത്തു മാനിക്കണമേ. ശുശ്രൂഷകൾക്കൊക്കെ ശ്രേഷ്ഠമേറിയ പ്രതിഫലം സ്വർഗത്തിലുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സണ്ണിപ്പാസിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിച്ച് അധികം ബലത്തോടെ ശ്രേഷ്ഠതയോടെ നിർത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു നിർത്തിക്കാം. आइए हम एक और बार प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु जी। प्रभु, आपके सामर्थी वचनों के लिए हम आपका धन्यवाद करते हैं प्रभु। वचन की गहराइयों के लिए हम आपका धन्यवाद करते हैं प्रभु। इन दिनों में हमारी मदद कर परमेश्वर की जिन जिन वचनों को प्रभु हमने परमेश्वर हल्के में लिया है प्रभु जी, जिन वचनों को हमने प्रभु किनारे कर दिया है, नजरअंदाज कर दिया है प्रभु, ना हम उनके बारे में ज्यादा सोचते हैं, ना हमें उनके बारे में ज्यादा सुनने या सीखने को मिलता है प्रभु। हमारी मदद कर इन दिनों में हम ऐसे आपके मुंह से निकले हुए वचनों को परमेश्वर, आपके जीवित वचनों को प्रभु हम गंभीरता से लेने वाले बनने पाए प्रभु जी। प्रभु, हमारी मदद कर परमेश्वर की हम अपनी जिंदगी में प्रभु जो बातें बड़ी हैं, जो बातें महत्वपूर्ण है, जो बातें स्वर्ग के राज्य से अनंत जीवन से जुड़ी हैं, उनको हम गंभीरता से लेने पाए, उनको हम ज्यादा महत्व देने पाए प्रभु जी। और परमेश्वर, हमारी जिंदगी के लिए प्रभु दूसरे लोगों को प्रभु, हमारी परंपराओं को, समाज में चल रहे रीतियों को नहीं प्रभु जी, हम आपके वचन को उसका मापदंड बनाने पाए। हमारी जिंदगी आपके वचन पर आधारित होने पाए प्रभु जी, कहीं सुनी बातों पर नहीं प्रभु। परमेश्वर, जो आसपास जो चल रहा है उन पर नहीं प्रभु, आपके सच्चे और जीवित वचन पर परमेश्वर हमारी जिंदगी आधारित होने पाए। इन दिनों में हमारी मदद कर प्रभु जी कि हम परमेश्वर आपके वचन पर चलने वाले बनने पाए। आपके दास के लिए हम आपका धन्यवाद करते हैं प्रभु जी। आपके द्वारा दिए गए प्रकाशन के लिए प्रभु, अभिषेक के लिए हम आपका धन्यवाद करते हैं। उन्हें और भी अधिक बहुतायत से आशीष दे, उनके परिवार को, कलीसिया को, सेवकाई, नौकरी, सब कुछ हम आपके हाथों में समर्पित करते हैं। बहुतायत से आशीष दे। आज इस जूम में शामिल आपके सारे बच्चों को प्रभु जी, सारे दासों को, दासियों को प्रभु जी, परमेश्वर बड़े बुजुर्गों को, सबको हम आपके हाथों में समर्पित करते हैं। इस वचन के अनुसार जीने में हमारी मदद कर, सहायता कर प्रभु जी। आपका वचन हमारे लिए सबसे महत्वपूर्ण होने पाए प्रभु जी। इन दिनों में हमारी मदद कर, सहायता कर। सारा आदर, सारी महिमा पिता हम आपको देते हैं प्रभु, यीशु मसीह के नाम से मांगते हैं, आमेन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु के